കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിൽ കള്ളപ്പണം പിടിച്ചു എന്ന വാർത്ത വന്നിരുന്നു. അതിൽ CC ജെയിൻ എന്നയാളുടെ വീട്ടിലാണ് പിന്നീട് പരിശോധനയൊക്കെ നടന്നത്. ഇപ്പോൾ CC ജെയിൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അത് കൃത്യമായ രേഖകളുള്ള പണം എന്നാണ് CC ജെയിൻ പറയുന്നത്. കാനറ ബാങ്കിൽ നിന്ന് നിക്ഷേപിച്ച തുകയാണ്, കൃത്യമായ രേഖകൾ കൈവശമുണ്ടായിരുന്നു. തെറ്റായ ആരോപണം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അല്ല, അത് കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത്. എന്താണ് കണ്ടത്? നിങ്ങളുടെ നിരപരാധിയാണ്. ആദ്യമായിട്ടും ചരിത്രത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ കുഴൽപ്പണം പിടിച്ചതാണ്. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വരുന്നത് നിങ്ങൾ അയക്കാമെന്നാണ്. കുഴൽപ്പണം അല്ലല്ലോ, അല്ല പണമെല്ലാം അതാണ്. ശ്രമിച്ചാൽ അവർ ചോദ്യം ചെയ്യില്ലല്ലോ. നിങ്ങൾ ഫസ്റ്റ് അവിടെ പറഞ്ഞ സംസാര രീതി എല്ലാം ഇതുകൊണ്ടാണ്. നിങ്ങൾ ഇതാണ്, നിങ്ങളുടെ നിഷ്കളങ്കനാണ് ആയിരിക്കാം. പക്ഷെ ആ പറഞ്ഞതിലാണ് അവിടുത്തെ മാറ്റങ്ങൾ. നിങ്ങളുടെ ഡ്രൈവർ വേറെ പറഞ്ഞു, നിങ്ങൾ വേറെ രീതിയിൽ പറഞ്ഞു. അതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അത് അങ്ങനെയാണ് നമുക്ക് കിട്ടിയ ന്യൂസ്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി എറണാകുളം, അത് കഴിഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ ചേർത്തല വരെ രാജസ്ഥാൻ മാർബിള് നോക്കാൻ വേണ്ടി പോകണമെന്ന് വലിയ കട ഉണ്ട്. ഇത്ര പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും തുല്യ കുറ്റക്കാരാണ്. പണം വന്നാൽ കള്ളപ്പണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാനറ ബാങ്കിൽ നിക്ഷേപിച്ചതാണ്, അതിന്റെ രേഖകളുണ്ട്. തെറ്റായ വാർത്തകൾ കെട്ടിച്ചമച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെറുതുരുത്തിൽ നിന്ന് ഈ പണം പിടിച്ച ഏകദേശം 19 ലക്ഷം രൂപ വാഹനത്തിൽ നിന്ന്, പിന്നീട് വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയ്ക്കാണ് കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിഭാഗവും ഒക്കെയാണ് ഈ അന്വേഷണം നടത്തിയത്. അതിലുടൻ തന്നെ പരസ്പരമുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഇത് നിങ്ങളുടെ കള്ളപ്പണമാണെന്ന ആരോപണങ്ങളാണ് ഉയർത്തിയത്. പക്ഷേ ഇപ്പോൾ CC ജെയിൻ പറയുന്നു അത് രേഖകളുള്ള പണമാണ്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.